അല്ല, കുഞ്ഞുനാളിൽ ഈ പ്രേതകഥകളൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ നടക്കുന്നതാണോ എന്നൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യായി ചെറിയമ്മേ, പ്രേതത്തിനെ കൊണ്ട് ചിലതൊക്കെ നടക്കുമെന്ന്. കൽപ്പനെ, തൽക്കാലത്തേക്ക് ഏട്ടത്തി എല്ലാം പൂർണ്ണമായി വിശ്വസിച്ചിരിക്കാം. ഏട്ടത്തിയുടെ കണക്കില് ഇപ്പോ രാധികയുടെ ദേഹത്ത് പ്രിയങ്കയുടെ ആത്മാവുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയൂ? എന്താ? നമ്മളായിട്ട് ഒരു കാര്യവും ഒരാളോടും പറയാൻ നിൽക്കരുത്. എല്ലാം ഏട്ടത്തിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അമ്മയുടെ ഉള്ളിലെ നല്ല പേടി തട്ടിയിട്ടുണ്ട്. ഇനി തനിച്ചിരുന്ന് അമ്മ എന്താ ചിന്തിക്കുക? പ്രിയങ്കയുടെ ആത്മാവ് വരുണിനോട് പ്രതികാരം ചെയ്യും. ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല. രാധികയും വരുണിനെയും എങ്ങനെയും അകച്ചേ പറ്റുമെന്ന് അല്ല ചെറിയമ്മ? നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഏട്ടത്തി നടത്തിത്തരും. അങ്ങനെ കാലാകാലത്തിന് ആ വേലക്കാരി ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവും. പ്രിയങ്ക വന്നു, അവള് ചത്തു. രാധിക വന്നു, ആത്മാവിന്റെ പേരും പറഞ്ഞ് അവളെ ഇവിടുന്ന് പുറത്തു പോകുന്നു. പിന്നെ ഈ തറവാട്ടിലെ എല്ലാം അനുഭവിക്കാൻ നമ്മൾ മാത്രം. ആ വരട്ടെ. ചന്ദ്രേട്ടനെ ജയിലിൽ കൊണ്ടുപോയി കിടത്തിയ ഒരാൾക്ക് ഇതിനേക്കാൾ നല്ലൊരടി കൊടുക്കാനില്ല. ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കാമെന്നല്ലേ രണ്ടാളും കരുതിയേക്കുന്നേ. ഇനി അവര് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. മിക്കവാറും നാളെ നേരം വിളിക്കുന്നതിനുള്ളില് അമ്മ ഒരു തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ട്. പേടിച്ച മനസ്സിൽ നിന്നും തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടാവും. ഇന്നത്തെ രാത്രി നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. അവൾ ഇവിടുന്ന് പോകുന്നുള്ള സന്തോഷത്തോടെ. ഓ, അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും പദ്ധതി. എന്തായാലും നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ, ഇനി അങ്ങോട്ട് ഞാനും കളിക്കാം. ഏട്ടത്തേക്കും ചെറിയമ്മയ്ക്കും വേണ്ട പണി ഞാൻ തരുന്നുണ്ട്.